ദിശ അക്കാദമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമല്ല, ഒരു നോട്ടിഫിക്കേഷനായിട്ട് വന്നതാണ്. നോട്ടിഫിക്കേഷൻ അല്ല, റിസൾട്ടാണ്. നമ്മളുടെ SSC MTS 2023 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ടിനെ പറ്റി നിങ്ങളോട് പറയാനാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും MTS എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇനി എക്സാം എഴുതാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ കാണുക. കാരണം എങ്ങനെയാണ് കട്ട് ഓഫും കാര്യങ്ങളും എങ്ങനെയാണ്, അതുപോലെ എത്ര ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, വേക്കൻസി ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാനുണ്ട്. കേരളത്തിൻ്റെ വേക്കൻസി അതുപോലെ തന്നെ കേരളത്തിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ പറയട്ടെ, നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി. ഇതാണ് നമ്മൾ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനാണ്. ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. 18-ാം തീയതി ഡിസംബർ 18-ന് വന്ന നോട്ടിഫിക്കേഷനാണ്. വന്നപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ചെയ്യാണ്. വെബ്സൈറ്റിൽ SSCൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഓക്കെ, അതിലെന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതിൽ ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് 7/11/2023 നമ്മളുടെ എക്സാം നടന്നിട്ടുള്ളത്. എക്സാം നടന്നതല്ല, CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 7/11/2023. പിന്നെ അപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിനടുത്തായിട്ടുണ്ട് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വിളിച്ചിരുന്നു. അത് നടന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 22/11/2023. നവംബറിൽ തന്നെ ആ ഒരു എക്സാമിനും ആ ഒരു എക്സാമിനേഷനും കൂടെ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്. അതായത് 3179 കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ 3179 കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഹവീൽദാർ പോസ്റ്റിന് വേണ്ടിയിട്ടാണ്. 4380 കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിരുന്നത് ഡയറക്റ്റ് MTSൻ്റെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമ്മളെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. പക്ഷെ നമുക്കറിയേണ്ടത് ഇതൊന്നുമല്ലല്ലോ. എന്താണ്, കട്ട് ഓഫിൻ്റെ കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനു മുമ്പ് വേക്കൻസി എത്ര ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര ആൾക്കാരാണ് സെലക്ട് ആയിട്ടുള്ളതെന്നും കൂടെ നമ്മൾ അറിയണം. അതിൽ ടോട്ടൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1788 പേർക്കാണ് MTSൻ്റെ വേക്കൻസി. MTSൽ ഇത്ര ആളുകൾക്കാണ് ഇപ്പോൾ സെലക്ഷൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ ഹവീൽദാർ വേക്കൻസി, ഹവീൽദാറിൽ 1392 ആളുകൾക്കാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. അത് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇത്ര ആളുകൾക്കാണ് ജോലി കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഇനി നമുക്ക് പറയാനുള്ള എന്താ, കേരളത്തിൻ്റെ വേക്കൻസി, കേരളത്തിലുള്ള കട്ട് ഓഫ്, വേക്കൻസി അല്ല കട്ട് ഓഫ്. കട്ട് ഓഫിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരിക്കലും നമ്മളെ സെക്ഷൻ 1 കട്ട് ഓഫ്, നിങ്ങൾ എക്സാം എഴുതിയ ആൾക്കാരാണെങ്കിൽ അറിയാം, സെക്ഷൻ 1 മാത്സും ഉണ്ടായിരുന്നു, റീസണിങ് ഉണ്ടായിരുന്നു. അതൊരിക്കലും നിങ്ങളെ കട്ട് ഓഫിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടില്ല. എന്തേ ചെയ്തിട്ടുള്ളൂ, രണ്ടാമതായിട്ട് നടന്ന GK ഇംഗ്ലീഷ് സെക്ഷൻ, ആ സെക്ഷൻ 2 മാർക്ക് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട്, ലിസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മാർക്ക് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് കവർ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ആദ്യത്തെ സെക്ഷൻ 1 കവർ ചെയ്ത് അതിന് മിനിമം വേണ്ട മാർക്സ് സ്കോർ ചെയ്ത ആൾക്കാർക്ക് മുഴുവനും സെക്ഷൻ 2ൻ്റെ മാർക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല മാർക്കുള്ള ആർക്കാണോ അവർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ UR, കേരളത്തിൽ EWS, കേരളത്തിൽ UR, കേരളത്തിൽ OBC. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ നോക്കുന്നൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നതും ആ ഒരു ഏരിയയിൽ തന്നെയാണ്. കൂടുതൽ ആളുകളും അന്വേഷിക്കുന്നത് UR വേക്കൻസി ഒക്കെയാണ്. അപ്പോൾ URൽ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും GKയും കൂടെ മാത്രമുള്ള ഒരു കട്ട് ഓഫാണ്. അതിൽ GK മാർക്ക് ഇത് എന്താ ഈ കൊടുത്തിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഈ കട്ട് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അവസാനത്തെ ആൾ മാർക്ക് കിട്ടിയ, അതായത് സെലക്റ്റഡ് ആയ അവസാനത്തെ ആളുടെ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ആ മാർക്കാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിൻ്റെയും ടോട്ടൽ മാർക്കാണ്. ഇനി ഇവിടെ ജനറൽ അവയർനെസ്സിൻ്റെ സെപ്പറേറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ, അഥവാ ആർക്കെങ്കിലും ടൈ കേസ് വന്നു കഴിഞ്ഞാൽ അവരുടെ ജനറൽ അവയർനെസ്സിൻ്റെ മാർക്ക് എത്രയാണെന്ന് ചെക്ക് ചെയ്യും. ആ മാർക്കിനനുസരിച്ചാണ്, ആ മാർക്ക് കൂടിയ ആൾക്കാണ് എന്തിടുക, കൂടുതൽ പ്രിവിലേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അയാളാണ് സെലക്റ്റഡ് ആവുക. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ കേരളത്തിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് നോട്ടിഫിക്കേഷനെ പറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് എടുത്ത് നോക്കുക, വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ നോക്കുക. നമ്മളെ കട്ട് ഓഫ് നല്ല ഹൈ കട്ട് ഓഫ് ആണ്, ഒരു നോർമൽ കട്ട് ഓഫ് അല്ല. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ UR കട്ട് ഓഫ് അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മളെ വേക്കൻസിക്കൊക്കെ അനുസരിച്ച് ഇനി വരാൻ പോകുന്ന 2024 MTSനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ദിശ അക്കാദമീൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് MTSനും CHSനും CGLനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാം ഫോളോ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത 2024 ഈ തവണ കിട്ടാത്ത ആളുകൾക്കൊക്കെ 2024 കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.